നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സംഭവത്തിനെയാണ് ഹിപ്നോട്ടിസം എന്ന് പറയാം. ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പറയുന്ന പോലെ കുറച്ച് ശ്രദ്ധിച്ചേക്കാം, കുറച്ച് വോളിയം കുറച്ചോളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് 10 മിനിറ്റ് 15 മിനിറ്റുള്ള പരിപാടി എല്ലാവർക്കും ചെയ്യണമെന്നില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ വയ്യായ്മയോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. യങ്ങായ ആൾക്കാർ ഇതൊന്നും മടിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ ഗായ്സ്, ഇനി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇനിയുള്ള കുറച്ച് നേരം. ഓക്കെ, എന്റെ സൗണ്ടിലോട്ട് മാത്രം ശ്രദ്ധിക്കുക, എന്നെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ കണ്ട് ആസ്വദിക്കാം, എന്നെ കണ്ട് ആസ്വദിക്കാം, പക്ഷെ മെയിനായിട്ട് അവരെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കുക. എന്നെ നോക്കിയോളൂ എല്ലാവരും. ഇങ്ങനെ ബാഗ് എല്ലാവരും കൈ നീട്ടിയിട്ട് ഇങ്ങനെ. ആ, ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദമല്ല, അത് മറ്റൊരാളുടെയും ശബ്ദം കേൾക്കില്ല. എല്ലാവരും ഒരുമിച്ചൊരു ഡീപ് ബ്രെത്ത് എടുത്ത് ഹോൾഡ് ഇറ്റ് ആൻഡ് റിലാക്സ്. ഒന്നുകൂടെ ഒരു ബ്രീത്ത് എടുത്ത് ഹോൾഡ് ഇറ്റ്, റിലാക്സ്. നിങ്ങളുടെ 2 കൈകൾ തമ്മിൽ ഒരു സൂപ്പർ ഗ്ലൂ, ഭയങ്കര ശക്തിയുള്ള ഒരു പശ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കാന്ന് വിചാരിക്കും. ഓരോ നിമിഷം കൂടും നിങ്ങളുടെ കൈകൾ കൂടുതൽ ടൈറ്റ് ആവുകയാണ്, കൂടുതൽ ടൈറ്റ് ആവുകയാണ്, കൂടുതൽ ടൈറ്റ് ആവുകയാണ്. ഓരോ സെക്കൻഡ് കൂടുമ്പോൾ അതിന്റെ പവർ കൂടി കൂടി വരികയാണ്. നിങ്ങൾ കൂടുതൽ 2 കൈകളും ടൈറ്റ് ആവുകയാണ്, കൂടുതൽ ടൈറ്റ് ആവുകയാണ്, കൂടുതൽ ടൈറ്റ് ആവുകയാണ്. നിങ്ങൾ എത്രത്തോളം ബലം പിടിക്കുന്നു അത്രത്തോളം അതിന്റെ ശക്തി കൂടി കൂടി വരികയാണ്, കൂടി കൂടി വരികയാണ്, കൂടി കൂടി വരികയാണ്. കൂടുതൽ അത് ടൈറ്റ് ആവുകയാണ്. ഞാൻ 3, 2, 1 പറയുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കൈകളിലെ രണ്ടാക്കാൻ നോക്കുക. പക്ഷേ എത്രത്തോളം നിങ്ങൾ ട്രൈ ചെയ്യുന്നു അത്രത്തോളം അത് ബുദ്ധിമുട്ടാവും. 3, 2, 1. എല്ലാവരും കൈകൾ വിടർത്താൻ നോക്കൂ, പക്ഷെ കഴിയില്ല. എല്ലാവരും വിടർത്താൻ നോക്കൂ, വിടർത്താൻ നോക്കൂ. കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ വിട്ടോളൂ. പക്ഷെ നിങ്ങൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു അത്രത്തോളം കഷ്ടം. കണ്ണുകൾ തുറന്നോളൂ, ട്രൈ ചെയ്യൂ. കൈകൾ തുറക്കാൻ നോക്കൂ, തുറക്കാൻ നോക്കൂ. എത്രത്തോളം ട്രൈ ചെയ്യും? പറ്റുന്നുണ്ടോ? പറ്റുന്നു. നല്ലപോലെ തുറക്കാൻ നോക്കൂ, തുറക്കാൻ നോക്കൂ. പറ്റുന്നുണ്ടോ? 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 കണ്ണുകൾ തുറന്നോളൂ, കണ്ണുകൾ തുറന്നു. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകൾ വിട്ട് കഴിഞ്ഞാൽ താഴോട്ട് വെച്ചോളൂ. ബാക്കിയുള്ളവർ ട്രൈ ചെയ്യൂ. എത്രത്തോളം കൈകൾ വിടർത്താൻ നോക്കുക അത്രത്തോളം ബുദ്ധിമുട്ടാവും. എത്രത്തോളം കൈകൾ വിടർത്താൻ നോക്കുക അത്രത്തോളം ബുദ്ധിമുട്ടാവും. വലിക്കും, വലിക്കും. പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൈകൾ വിടർത്താൻ നോക്കുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാവും. ഇനി കൈകൾ വിടർത്തിയ ആൾക്കാർ എല്ലാവരും സീറ്റിൽ ഇരുന്നോളൂ. താങ്ക് യു സോ മച്ച്. കൈകൾ വിട്ട ആൾക്കാർ എല്ലാവരും സീറ്റിൽ ഇരുന്നോളൂ. ബാക്കിയുള്ള ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ ഉണ്ട്. ഞാനിത് കുറേ തവണ ചെയ്യുന്നതാണ്. ഇനി എല്ലാവരും കണ്ണുകൾ അടച്ചോളൂ. എല്ലാം മാഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. 2, നിങ്ങളുടെ കൈകളെല്ലാം ലൂസ് ആവുകയാണ്, ഫുൾ ബോഡി റിലാക്സ് ആവുകയാണ്. 1, നിങ്ങളുടെ എല്ലാവരുടെയും കൈകൾ മാറ്റാൻ കഴിയും. എല്ലാവരും കൈ മാറ്റിക്കോളൂ, കണ്ണുറന്നോളൂ, കൈ മാറ്റിക്കോളൂ. എന്ത് പറ്റി മോളെ? പിന്നെ ഭയങ്കരമായിട്ട് കൈ നല്ല ശക്തിയായിട്ട് ഒട്ടി പിടിച്ചെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. കൈ ഒട്ടി പിന്നെ ഇവിടെ നല്ല വേദന. കൈ ഒട്ടി പിടിച്ചു. കൈ ഒട്ടി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്രയും ആൾക്കാരെയും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ ഏജ് വൈസ് നമ്മൾ മാറ്റുകയാണ്. മോള് പേടിയുണ്ടോ ഇനി ചെയ്യാൻ? പേടിയുണ്ടോ? ഞാൻ പേടിയുണ്ടോ? പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എല്ലാവരും ധൈര്യത്തോടെ ഇനി എന്തും ചെയ്യാൻ റെഡിയാണോ?
ഫുൾ ആക്റ്റീവ് ആണോ? എല്ലാരും മടി നാണം ഉണ്ടായിരിക്കില്ല ഇവിടെ? നാണില്ലാത്ത പിള്ളേർ സ്റ്റേജിൽ കയറിക്കോ.